നമ്മുടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 302 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203ക്ക്, അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്. അപ്പോൾ ഇതെല്ലാം തന്നെ A3ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷയാണ്, 50,000 രൂപയുടെ പിഴ ശിക്ഷയും. അപ്പം 201 അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിലെ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു. അത് വളരെ കേരള പോലീസിൻ്റെ അഭിമാനമാണ്. അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിൻ്റെ വിജയമായിട്ടും പ്രോസിക്യൂഷൻ്റെ വിജയമായിട്ടും ഞങ്ങളിതിനെ കാണുന്നു. 100% തൃപ്തനാണ് എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഷാരാൻ രാജിൻ്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്കിപ്പോൾ അവർ വന്ന് പറഞ്ഞു 100% കോടതി വിധിയിൽ സംതൃപ്തി അവരറിയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോൾ പറയുകയുണ്ടായി. உடனுக்குடன் செய்திகளை தெரிந்து கொள்ள சன் நியூஸ் பெல் ஐகானை கிளிக் பண்ணுங்க.